ചേട്ടാൻ ആ വെറുതെ ഇരിക്കണോ? അല്ല വെറുതെ ഇരിക്കുന്നല്ല, ഞാൻ ഇപ്പൊ നാളെ മറ്റന്നാ പെരുന്നാളാണ്. അപ്പൊ കുട്ടികൾക്കൊന്നും ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ എന്താ ചെയ്യാന്ന് വിചാരിച്ചു. പുതിയൊരു ചാനലുണ്ട്, പുതിയ കാഴ്ചന്ന് പറഞ്ഞ. അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചേട്ടന് ഈ പൈസ എണ്ണ, ഈ പൈസ ചേട്ടന് എണ്ണ ഫോളോ ചെയ്തിട്ടുണ്ട്. എന്താണ് പേര് പറഞ്ഞേ? പുതിയ കാഴ്ചകൾ. പുതിയ കാഴ്ചകൾ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടോ? ആ ഇതിൽ ചെയ്തിട്ടുണ്ട്. പുതിയ കാഴ്ചകൾ ഞാൻ ചെയ്തേ, ഇന്നലെ ചെയ്തേ. ആണോ? ഈ ഫോണുമല്ലോ. ആ എന്താ ഇമ്മ ചെയ്യേ. ഇത് ചേട്ടാ ഈ ഇതില് ചെയ്യാൻ പറ്റൂലല്ലോ, അതിനുള്ള സെറ്റപ്പ് ഈ മൊബൈലിൽ ഇല്ലല്ലോ. പിന്നെ ഈ ഫോണിലോ ഇതിലുള്ള എനിക്ക് ഇതിന് സെറ്റപ്പ് ഉണ്ട്. ഇത് വർക്ക് ചെയ്യണില്ലല്ലോ, ഈ ഫോണിൽ ചെയ്യാൻ കഴിയില്ല. അത് നിങ്ങൾ നോക്കണ്ട, 3-4 ദിവസം ഇത് കേട് വന്നിട്ട്, അത് സത്യമാണ്. പക്ഷെ ഇന്നലെ 3 മണിക്ക് അത് ഫോളോ ചെയ്തിങ്ങനെ. പുതിയ ചവിട്ടം എന്താണ്? പുതിയ ചവിട്ടല്ല, പുതിയ കാഴ്ച. പുതിയ കാഴ്ചകൾ. അത് ഞാൻ ഇന്നലെ ഇതിൽ 3 മണിക്ക് ഫോളോ ചെയ്തിരുന്നു. ഇത് നിങ്ങള് കേടായിട്ട് 3 ദിവസമായി. ഇന്നലെ ഇത് ഫോളോ എന്താ കംപ്ലൈന്റ് എന്താണോ? കംപ്ലൈന്റ് എന്താ? എന്റെ എന്തൊരു പ്ലേ ഉണ്ടല്ലോ, എന്താ അത് കാണില്ല, നിലവിൽ വർക്ക് ചെയ്യണില്ല. ഞാൻ നന്നാക്കാൻ കൊടുത്തിന് ഇന്നലെ, അത് വർക്ക് ചെയ്യണില്ല കംപ്ലൈന്റ്. അപ്പൊ നിങ്ങൾ ഇന്നലെ ഫോളോ ചെയ്തു 3 മണിക്ക്. വേറല്ല ഒരാളെ കിട്ടില്ല. ഇല്ല, ഇവിടെ വേറെ ആരും ഇല്ല. ഇത് തെങ്ങും തോട്ടല്ലേ, ഇവിടെ ആരും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ തരും. ഇവിടെ വേറെ ആളെ കിട്ടിയില്ലെങ്കിൽ ഇല്ല, ഇവിടെ വേറെ ആരും ഇല്ല. ഇല്ലെങ്കിൽ കാര്യം ചെയ്തു. ഈ ഫോണ് ഇതിന്റെ ആവശ്യം ഇല്ല. ഇപ്പൊ ഇതിന്റെ അല്ല, സത്യമായിട്ട് ഞാൻ 3 മണിക്ക് ഫോളോ ചെയ്തു. പുതിയ കാഴ്ച. പുതിയ കാഴ്ച. അങ്ങനെയാണെങ്കിൽ ഇവിടെ വേറെ ആളില്ലാത്ത സമയത്ത് ചേട്ടന് ഈ പൈസ എണ്ണ, ഈ പൈസ ചേട്ടൻ എണ്ണ, ഈ പിന്നെ പൈസ എനിക്ക് എണ്ണ ഫോളോ ചെയ്തിട്ടാണെങ്കിൽ അത് 5 സെക്കൻഡിനുള്ളിൽ ചേട്ടൻ എണ്ണി തീരുകയാണെങ്കിൽ ഈ ചേട്ടന് ഈ പൈസ എണ്ണ. ഞാനും തന്നെ പിന്നെ പെരുന്നാളാണ്. ഒരു മിനിറ്റ് പൈസ കൈ പിടിക്കൂ, ഇങ്ങനെ തിരിച്ചു പിടിക്കൂ. അങ്ങനെ പൈസ താഴെ പിടിക്കൂ. 5 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ഈ പൈസ എണ്ണ കേട്ടോ. തുടങ്ങിക്കോളൂ. അത് ചേട്ടൻ അങ്ങനെ പൈസ എണ്ണാൻ തുടങ്ങി. ചേട്ടൻ അങ്ങനെ പൈസ എണ്ണി എടുക്കാൻ തുടങ്ങി. 2 സെക്കൻഡ് കൈ പോവാവോ? ചേട്ടാ എണ്ണി കഴിഞ്ഞോ? ഇങ്ങോട്ട് പോരെ. അപ്പൊ ചേട്ടൻ പൈസ എണ്ണി കഴിഞ്ഞു അല്ലേ? 3 വട്ടം എണ്ണി. 5 സെക്കൻഡിന്റെ ഉള്ളില് 3 വട്ടം എണ്ണി. അതെനിക്ക് നമ്മളേ അല്ല വെറുതെ അങ്ങനെ നിങ്ങൾ എണ്ണാണല്ലോ, നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പൈസ ഇടങ്ങാറായി ഇങ്ങനെ കുട്ടികൾക്ക് ഡ്രസ് ഒന്നും കുഴപ്പമില്ലേ? കുട്ടികൾക്ക് ഡ്രസ് ഇല്ലെങ്കിൽ വേറെ കാര്യമുണ്ട്. നിങ്ങൾ വേറെ പണിക്ക് പോകണം. പോയിട്ട് എനിക്ക് ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കുട്ടികൾക്ക് ഡ്രസ് എടുക്കണം. കയ്യിൽ വെക്കൂ. അത് നിങ്ങൾ വേറെ വാങ്ങുക. പിന്നെ നിങ്ങളിപ്പോ ഈ പൈസ എണ്ണി നമ്മൾ എണ്ണി. അപ്പൊ എനിക്ക് എത്ര അറിയും ചെയ്യാന്നു, പൈസ എത്ര ഉണ്ടെന്ന് അറിയാൻ ചെയ്യാന്നു. അപ്പൊ നിങ്ങൾ എണ്ണി സ്ഥിതിക്ക് പക്ഷെ പൈസ എത്ര ഉണ്ട് എണ്ണി. അപ്പൊ എണ്ണി സ്ഥിതിക്ക് എന്റെ ചാനലില് 3 മണിക്ക് ഫോളോ ചെയ്തു. 3 മണിക്ക് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് എണ്ണി. അപ്പൊ ഞാൻ എണ്ണി സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരു സമ്മാനം തരുന്നുണ്ട്. സമ്മാനം വേണ്ടേ? അപ്പൊ എണ്ണിയത് മുഴുവൻ ഇരിക്കല്ലേ ആണ്. പിന്നെന്താ? പക്ഷെ നിങ്ങൾ എണ്ണിയല്ലോ, ഒരു സമ്മാനം പറഞ്ഞു കേക്കൂ. കൈ നീട്ടു ചേട്ടൻ, കൈ നീട്ടു. 10 രൂപ ചേട്ടന് സമ്മാനമായി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ ചേട്ടൻ അങ്ങനെ ഈ ചേട്ടന് പൈസ എണ്ണി ചേട്ടൻ 10 രൂപ സമ്മാനം വാങ്ങിയിട്ടുണ്ട്. ഈ പൈസ ചേട്ടൻ എന്താ ചെയ്യാൻ പോണത് പറഞ്ഞു? ഓലൊക്കെ മൂടുങ്ങൾ മുഴുവൻ തരുന്നല്ലേ, എണ്ണി അതും തരുന്നല്ലേ പറഞ്ഞേ. ആര് പറഞ്ഞു? അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പൈസ തരുന്നു പറഞ്ഞോ? നിങ്ങൾ ഈ പൈസ എന്റെ ചാനലിൽ ഫോളോ ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. നിങ്ങൾ ചെയ്തിട്ടുണ്ട് പറഞ്ഞു. ഒന്ന് എണ്ണു നിങ്ങൾ കൈ തന്നു. ഞാൻ പൈസ തരുന്നു നിങ്ങൾ പറഞ്ഞോ? നിങ്ങൾക്ക് പെരുന്നാൾക്ക് പൈസ പണിക്ക് പോണേ. ഇതിന് വട്ടിട്ട് കാര്യല്ലേ, അപ്പൊ പണിക്ക് പോണം. അപ്പൊ ഈ പൈസ എണ്ണ എനിക്കല്ലത് ഇല്ല. എന്നെ ഈ പൈസ നിങ്ങൾക്ക് തന്നു, നിങ്ങൾ എണ്ണിക്കോന്ന് പറഞ്ഞു. തന്നു. നിങ്ങൾ എണ്ണി ഇത്ര ഉണ്ട് നിങ്ങൾ പറഞ്ഞു. അത് എനിക്ക് കണക്ക് ബോധിച്ചു. അപ്പൊ ഈ 10 രൂപ നിങ്ങൾക്ക് തന്ന സമ്മാനമാണ്. ഇത് ഇതുള്ളൂ എനിക്ക്. ഇത് തന്നെ തരാൻ പാടില്ല. നിങ്ങൾ തന്നല്ലോ, 10 രൂപ തന്ന. ഈ 10 രൂപ ചേട്ടൻ എന്താ ചെയ്യാൻ പോണേ? കേട്ടോ, അന്ന് കേട്ടിട്ട് എനിക്ക് ബാക്കി നമ്മള് ഇതിൽ പറയാനുള്ളതാണ്. പറയൂ. ഈ 10 രൂപ ഞാൻ എന്താ ചെയ്യാ? നമ്മുടെ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരോട് പറയാൻ പറയും. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ ഈ പൈസ എണ്ണി എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഒരു 10 രൂപ എനിക്ക് കിട്ടി. അങ്ങനെ ഈ ചേട്ടൻ പൈസ എണ്ണി ചേട്ടൻ ഞാൻ സമ്മാനം 10 രൂപ സമ്മാനം കൊടുത്തു. ഇദ്ദേഹം ചോദിക്കണേ ഞാൻ ഈ പൈസ കൊണ്ട് എന്താ കാണിക്കാന്നാ ചോദിക്കണേ. അപ്പൊ ഈ പൈസ കൊണ്ട് ഞാൻ കാണിക്കണത് ഇപ്പൊ നിങ്ങളെ മുമ്പിൽ ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ കയ്യിൽ തുപ്പലാക്കിട്ട് സുഹൃത്തുക്കൾ എങ്ങനെ കൂടി കാണാൻ വേണ്ടിട്ടാണ്. ഇങ്ങനെ ചുരുട്ടുക, ഇങ്ങനെ നന്നാക്കി വക്കും മൂലൊക്കെ ശരിക്കും നന്നാക്കി ചുരുട്ടുക. ഒന്നും കൂടി നല്ലോണം അമർത്തി ഇങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇനിയാണ് ഇതുകൊണ്ട് എന്താ ചെയ്യണെന്ന് നിങ്ങൾക്ക് അതെവിടെ ഉണ്ടാട്ടിയ. അപ്പൊ അങ്ങനെ ചെയ്തു.